കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ 18 മാസം കുടിശ്ശിക 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. ഇപ്പോഴ് 1600, 60 ലക്ഷം പേർക്ക്. ഇതെല്ലാം അല്ലേ നാടിന്റെ അനുഭവം? എല്ലാ മേഖലയും മാറി. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്? നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്. പട്ടയം 4 ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ. എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിന് എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറിയ പങ്കും നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും LDF വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പം ഞാൻ കടക്കുന്നില്ല. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ഇനി 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 14-15 നിയമസഭകളിലായി 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നടത്തിയ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ ഹൃദയപക്ഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി കേരളത്തിന് പുതിയ വികസന പാതകൾ തുറന്ന് 10ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ച് സുപ്രധാന വികസന നേട്ടങ്ങളും
ക്ഷേമ പ്രവർത്തനങ്ങളും ഹ്രസ്വമായി അടയാളപ്പെടുത്തുന്ന പ്രത്യേക പുസ്തകം നവകേരളത്തിന്റെ വിജയമുദ്രകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നു ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി. അബ്ദുറഹിമാൻ.